കേരളത്തിൻ്റെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ 1 മുതൽ 3 സീറ്റ്, അതായത് 3 സീറ്റ് BJP നേടുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം മണ്ഡലമാണ്. അവിടുത്തെ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു കയറാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിലും BJPയുടെ മുന്നേറ്റം ഇതിലൂടെ മാറുന്നു, അല്ലെങ്കിൽ ശക്തമായി മുന്നേറുകയാണ് BJP എന്ന് തന്നെ പറയാൻ സാധിക്കില്ലേ? തീർച്ചയായും ദേവിക, ഈ എക്സിറ്റ് പോൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെ വേണം, ദേവിക പറഞ്ഞതുപോലെ തന്നെ വേണം വിലയിരുത്താൻ. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഒരു ട്രെൻഡ് പരിശോധിച്ചാൽ 0 മുതൽ 4 വരെ അല്ലെങ്കിൽ 0 മുതൽ 2 വരെയൊക്കെയാണ് BJPയുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് മുന്നേറ്റത്തെ അവർ അടയാളപ്പെടുത്തിയത്. അത്തരത്തിലാണ് അഭിപ്രായ സർവേകളും എക്സിറ്റ് പോൾ സർവേകളും ഒക്കെ അടയാളപ്പെടുന്നത്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല എന്നതാണ് BJPക്ക് കാര്യമായ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകും എന്നതിന്റെ സൂചനയായി വിലയിരുത്തേണ്ടത്. അങ്ങനെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നത്. അത്തരത്തിൽ തന്നെയാണ്. അതായത് 1 മുതൽ 4 വരെ അല്ലെങ്കിൽ 1 മുതൽ 3 വരെ എന്നാണ്. ഒരിടത്ത് പോലും 0 മുതൽ 4 വരെ എന്നോ 0 മുതൽ 2 വരെ എന്നൊന്നുമില്ല. എന്തായാലും എല്ലാ സർവേകളും ഒരേപോലെ ഏറ്റവും കുറഞ്ഞത് ഒരു സീറ്റിലെങ്കിലും NDAക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ദേവിക സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരമാണ് ദേശീയ മാധ്യമങ്ങളെല്ലാം ഒരൊറ്റക്കെട്ടായി തന്നെ വിജയിച്ചു കയറുമെന്ന വലിയ സൂചനയായി നൽകുന്നത്. രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു കയറുമെന്ന തരത്തിലേക്കാണ് എക്സിറ്റ് പോളുകളുടെ ഓരോ സംസ്ഥാനങ്ങളുടെയും ഓരോ മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്കുകളിൽ ആദ്യം കേരളത്തിന്റെ വന്നത് തിരുവനന്തപുരമാണ്. ശേഷിക്കുന്നത് തൃശ്ശൂരും ആറ്റിങ്ങലുമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് കണക്കുകൾ വന്നത്. പരിശോധിച്ചാൽ BJPക്ക് കാര്യമായ മേൽക്കൈ കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല ദക്ഷിണ ഭാരതത്തിൽ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ കണക്കുകളെ, പുറത്തു വന്ന കണക്കുകളെ എല്ലാം കൂടി പരിശോധിച്ചൊരു ശരാശരി കണക്കുകളായി എടുത്താൽ പോലും കാര്യമായ മുന്നേറ്റം ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. തമിഴ്നാട്ടിലാണെങ്കിലും പിന്നീട് കർണാടകത്തിലേക്കാണെങ്കിലും കർണാടകത്തിൽ തിരിച്ചടി ഉണ്ടാകും NDA സഖ്യത്തിന് എന്ന വലിയ പ്രചാരണം നടന്നിരുന്നു. അവസാനമായി വന്ന ചില ആരോപണങ്ങൾ, ചില അറസ്റ്റുകൾ, നിയമ നടപടികളൊക്കെ അവിടെ NDA സഖ്യത്തിന് BJPക്ക് കാര്യമായ ഒരു ശോഷണം സംഭവിക്കുമെന്ന് വിലയിരുത്തിയ ഒരു സംസ്ഥാനമാണ്. എന്നാൽ അത്തരത്തിലല്ല കാര്യങ്ങളെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നുണ്ട്. തമിഴ്നാട് മാത്രമാണ് ദക്ഷിണ ഭാരതത്തിൽ അല്പമെങ്കിലും NDA സഖ്യത്തിന് ആശ്വാസകരമായ ഒരു സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ DMK സഖ്യം അതാണ് ഏറ്റവും പ്രധാനമായും നേട്ടമുണ്ടാക്കുന്നത്. കൂടുതൽ വിശകലനം എന്നോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ന്യൂസ് എഡിറ്റർ കൃഷ്ണരാജ് കൂടി ചേർന്നു. കൃഷ്ണരാജ്, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി നമ്മൾ വിലയിരുത്തിക്കൊണ്ടിരുന്നത് ദേശീയ തലത്തിലെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ്. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഒരേപോലെ പറയുന്നത് അല്ലെങ്കിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് NDAക്ക് BJPക്ക് വലിയൊരു മുന്നേറ്റം പ്രഖ്യാപിക്കുന്നുണ്ട്. മാത്രമല്ല ഹിന്ദി ഹൃദയഭൂമിയിൽ, അത് സ്വാഭാവികമായും UP ഉൾപ്പെടെയുള്ള ഹിന്ദി ഹൃദയഭൂമിയിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ പതിവ് പോലെ മുന്നേറ്റം പ്രഖ്യാപിക്കുന്നുണ്ട്. അവിടെ കാര്യമായ ശോഷണം കോൺഗ്രസിന് പറയുന്നുമുണ്ട്. കേരളത്തിലേക്കും ഒപ്പം ദക്ഷിണ ഭാരതത്തിലേക്കും വന്നാൽ തമിഴ്നാട്ടിൽ BJPക്ക് ലഭിക്കാൻ പോകുന്നത് ബോണസാണ്. ഒപ്പം തെലങ്കാനയിൽ അപ്രതീക്ഷിതമായ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നു. അപ്രതീക്ഷിതം എന്നത് സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ വിലയിരുത്തിയ കണക്കുകളിലാണ് അപ്രതീക്ഷിതമുള്ളത്. BJP ക്യാമ്പുകൾ അപ്പോഴും തെലങ്കാനയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നത് എക്സിറ്റ് പോളിൽ അത്തരം കണക്കുകൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കർണാടകത്തിലേക്ക് വന്നാൽ കർണാടകയിലും സമാനമായ ഒരു കുറവ് നമ്പറുകളിൽ BJPക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ കാര്യമായ കുറവിലേക്ക് പോകുന്നില്ല. കേരളത്തിലേക്ക് വരുമ്പോൾ രണ്ട് തരത്തിൽ കേരളത്തിലെ കണക്കുകൾ പരിശോധിക്കണം. 1 മുതൽ 3 വരെയെന്നും 1 മുതൽ 4 വരെയെന്നും ഒക്കെ പറയുന്ന തരത്തിലേക്ക് BJPയുടെ കരുത്ത് എക്സിറ്റ് പോൾ ഫലങ്ങളിലെങ്കിലും വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത്. മറുഭാഗത്ത് 0 മുതൽ 1 വരെ അല്ലെങ്കിൽ 0 മുതൽ 3 വരെ എന്ന തരത്തിലേക്ക് കണക്കുകളിലേക്ക് താഴ്ന്നു പോകുന്ന രീതിയിലേക്ക് LDFന് മാറാൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെ വിലയിരുത്തും നമുക്ക്? എനിക്ക് തോന്നുന്നു തെലങ്കാനയിൽ തുടങ്ങാമെന്ന് തോന്നുന്നു. കാരണം തെലങ്കാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസ് ശക്തമായി തിരിച്ചു വന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ 9 സീറ്റുകൾ അല്ലെങ്കിൽ 10-11 സീറ്റുകൾ വരെ NDA നേടാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുവെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏറ്റവും ആക്ട് ചെയ്യുന്നത് മോദി ബ്രാൻഡാണ്. അക്കാര്യത്തിലൊരു സംശയമില്ല. കാരണം നമുക്കറിയാം, തെക്കേ ഇന്ത്യയിൽ ദക്ഷിണ ഭാരതത്തിൽ കൂടുതൽ സമയം തങ്ങാനാണ് നരേന്ദ്രമോദി ഇത്തവണ ശ്രമിച്ചത്. തൃശ്ശൂർ, പാലക്കാട്, തിരുവനന്തപുരം ഒക്കെ വന്നു പോകുമ്പോൾ ഓരോ തവണയും ആൾക്കാർ കൂടി വരുന്നതാണ് നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഞാൻ ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം അവിചാരിതമായി തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ ഭാഗമായി ഈ നാട്ടുമ്പുറത്തൊക്കെ നമ്മൾ മാറുമ്പോൾ അവർ പറയുന്നത് എന്തുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്തുകൂടാ എന്നാണ്. അതായത് ഈ ഇടതു വലത് മുന്നണികളെ ജനം മടുത്തു തുടങ്ങിയതിൻ്റെ സൂചന ആദ്യമായി ഒരു ട്രെൻഡായി മാറിയത് ഇത്തവണയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് ഉമേഷ് പറഞ്ഞതുപോലെ 0 മുതൽ 1 വരെ എന്ന് പതിവായി കേട്ടിരുന്നത് BJPക്ക് അല്ലെങ്കിൽ NDAക്കായിരുന്നു. ഇത്തവണ അത് LDFിൻ്റെ പേരിലാണ്. 0 മുതൽ 1 0 എന്ന് പറയുന്നു, 0 മുതൽ 2 എന്ന് പറയുന്നു, 0 മുതൽ 3 എന്ന് പറയുന്നു. പക്ഷെ BJPക്ക് കൃത്യമായി എല്ലാ സർവേകളും ഒരു സീറ്റ് ഉറപ്പിച്ച മട്ടിലാണ് പറയുന്നത്. അത് തിരുവനന്തപുരമാകാം, തൃശ്ശൂർ ജയിക്കാം, ആറ്റിങ്ങൽ ജയിക്കാം. ആറ്റിങ്ങൽ കോൺഗ്രസിന് ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്നു ആറ്റിങ്ങൽ ഒരു സമയത്ത്. കഴിഞ്ഞ തവണയാണത് അടൂർ പ്രകാശ് പൊളിച്ച്
UDFിന്റെ ഭാഗമാക്കിയത്. ഇത്തവണ അവിടെ BJP ജയിക്കും എന്ന് പറഞ്ഞാൽ, അതായത് 2 തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് 80,000 വോട്ടൊക്കെ പിടിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ പോയി 2.5 ലക്ഷം വോട്ടാക്കി മാറ്റുന്നു. പിന്നീട് മുരളീധരൻ പോയി നിൽക്കുമ്പോൾ ജയിക്കാവുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അതൊക്കെ ഒരു മാന്ത്രികമായ മാറ്റമാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് BJPയെ ജയിപ്പിച്ചുകൂടാ, എന്തിന് BJPയെ മാറ്റി നിർത്തണമെന്ന വലിയ ചോദ്യം കേരളത്തിലുടനീളം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് മറ്റൊന്നും കൂടി ചിന്തിക്കണം. ഈ ലോക്സഭാ സീറ്റിൽ 1 മുതൽ 4 വരെ സീറ്റുകൾ നേടാമെന്ന് പറഞ്ഞാൽ 1, 2, 3 സീറ്റിൽ ജയിക്കാം. ചിലപ്പോൾ ഒരിടത്ത് 2ാം സ്ഥാനത്ത് വരാം. അത് നിയമസഭയിലാക്കി ചിന്തിച്ചു നോക്കൂ. നിയമസഭയിലാക്കി ചിന്തിക്കുമ്പോൾ 15, 20 സീറ്റുകളിൽ 1ാം സ്ഥാനത്ത് വരാം, 2ാം സ്ഥാനത്ത് സീറ്റുകൾ വരാം. അങ്ങനെയെങ്കിൽ ഈ 0 എന്നത് LDFന് നേരെ വരുന്നില്ലേ? അത് ഒരു പതനത്തിന്റെ തുടക്കമാണ്. അതായത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയം എങ്ങോട്ട് പോകണമെന്ന് വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാകും. ഒരു പക്ഷെങ്കിൽ BJPയുടെ വർദ്ധിക്കുന്ന വോട്ട് ശതമാനം മാത്രമായി അതിനെ കാണാൻ സാധിക്കില്ല. നേരത്തെ ചർച്ചയിലൊക്കെ ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞു, BJPക്ക് ഏറ്റവും കുറഞ്ഞത് 1 സീറ്റേ ലഭിക്കുന്നുള്ളൂ എന്ന് വിജയിക്കുക. അങ്ങനെ 1 സീറ്റാണെങ്കിൽ പോലും LDFന് സീറ്റുകളൊന്നും കിട്ടാതിരിക്കുകയും ഈ പറഞ്ഞ ചില മണ്ഡലങ്ങളിലൊക്കെ BJPക്ക് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തുകയും ചെയ്താൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ ദിശാസൂചകമാണ്. കേരളം എങ്ങോട്ടേക്ക് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ ഇതുവരെ കണ്ടുപരിചിതമല്ലാത്തൊരു ട്രെൻഡിലേക്ക്, ഒരു രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് കേരളം മാറുന്നു എന്നൊരു സൂചനയുണ്ട്. മാത്രമല്ല വടകരയും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ദിശാസൂചകമായി മാറാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അങ്ങനെ കൂടെ വിലയിരുത്തണ്ടേ? അതായത് ഈ ഇടതുപക്ഷത്തിന്റെ ഒരു 3 വർഷം പിന്നിലേക്ക് പോയാൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാവരും ചോദിച്ചൊരു ചോദ്യം, എന്തുകൊണ്ട് KK ശൈലജയെ മന്ത്രിയാക്കിയില്ല എന്നാണ്. അതായത് കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളുടെ പേരിലൊക്കെ എല്ലാ എതിരാളികൾ പോലും ഉറക്കെ പറഞ്ഞ ഒരു പേരാണ് ശൈലജ ടീച്ചർ എന്ന്. ആ ശൈലജ ടീച്ചർ വടകരയിൽ തോൽക്കുന്നുവെങ്കിൽ എന്താണ് CPMന്റെ നിലവിലത്തെ അവസ്ഥ എന്നൊന്ന് ഓർത്തു നോക്കണം. അതായത് അത്രമേൽ ഈ ഭരണത്തെ ആളുകൾ വെറുക്കുന്നു, മടുക്കുന്നു, അത് വോട്ടായി മാറി. പക്ഷെ അവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ആ സ്പേസ് വളരെ തന്ത്രപരമായി BJP ഉപയോഗപ്പെടുത്തിയെന്ന് വേണം എക്സിറ്റ് പോളിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം കോൺഗ്രസിന് മാത്രം അല്ലെങ്കിൽ UDFന് മാത്രം പോകേണ്ടിയിരുന്ന വോട്ടുകളെ കൃത്യമായി ഭിന്നിപ്പിച്ച് തങ്ങളിലേക്ക് കൂടി കൊണ്ടുവന്ന് അവിടെ വിജയം നേടാമെന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു എക്സിറ്റ് പോളുകൾ പ്രകാരം. ഇതാണ് ത്രിപുരയിൽ നമ്മൾ കണ്ടത്. ത്രിപുരയിൽ കൃത്യമായും അധികാര തുടർച്ച കൊണ്ട് ഭരിച്ച് തുടർന്നു പോയിരുന്ന ഒരു പ്രസ്ഥാനത്തെ ഇല്ലാതാക്കി. പാർട്ടി ഓഫീസുകൾ പോലും പേരെഴുതി മാറ്റി ഉൾപ്പെടെ BJPയിലേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്. ഉമേഷ്, കനൽ ഒരു തരി പോലും ബാക്കിയില്ലാതെ കേരളത്തിൽ LDF സമ്പൂജ്യമാകുമെന്നാണ് APPC വോട്ടർ സർവേ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ, മറ്റൊരിടത്ത് മമതാ ബാനർജിക്ക് വലിയൊരു പ്രഹരമാണ് ഏറ്റിരിക്കുന്നത്. കാരണം 24 വരെ സീറ്റുകൾ നേടി BJP ജയിച്ചു കയറുമെന്ന് തന്നെയാണ് സർവേകൾ, ഭൂരിഭാഗം സർവേകളും പറയുന്നത്. ഇത് മമതാ ബാനർജിക്ക് ഏറ്റൊരു പ്രഹരം മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിന് മുഴുവനും ഏറ്റൊരു പ്രഹരം തന്നെയല്ലേ ഇന്ന് പുറത്തു വന്ന സർവേകളുടെ ഫലം? തീർച്ചയായും മമതാ ബാനർജിക്കും ഇന്ത്യ സഖ്യത്തിനും ഒക്കെ വലിയ തിരിച്ചടിയാണ്. പിന്നീട് ഈ മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിലുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും അവർക്ക് കൃത്യമായ ഉത്തരം ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഋഷാജ്, ദേവി ചോദിച്ച പോലെ തന്നെ പശ്ചിമ ബംഗാൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളൊന്നാണ് പശ്ചിമ ബംഗാൾ. ഈ പശ്ചിമ ബംഗാളിൽ സന്ദേശ് കാലി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നേരത്തെ ഗ്രാൻഡ് ഡിബേറ്റിൽ സൂചിപ്പിച്ച പോലെ തന്നെ രാമനവമി നടത്താൻ സാധിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. മമതയുടെ ഒരു കാടത്ത ഭരണമെന്ന് BJP ആരോപിക്കുന്ന ഏറെക്കുറെയൊക്കെ ശരിവെക്കുകയാണ്. കാരണം 100ഓളം സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആൾക്ക് നിയമസംരക്ഷണം ലഭിക്കുക, EDക്ക് NIA പോലെ കേന്ദ്ര ഏജൻസികൾ അങ്ങോട്ടേക്ക് ചെല്ലാതിരിക്കാൻ കഴിയും. അങ്ങനെ എത്തുന്ന ആളുകളെ കൂട്ടം കൂടി ആളുകൾ മർദ്ദിക്കുക, ഈ കേന്ദ്ര ഏജൻസിക്കെതിരെ കേസെടുക്കുന്നത് സ്വാഭാവിക. കേരളത്തിലും അത് കണ്ടിട്ടുണ്ട് അത്തരം രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ. എന്നാൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുക, മർദ്ദിക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, ഇത്തരം ഒരു കാടത്ത ഭരണത്തിലേക്ക് ഭാരതത്തിന്റെ ഭാഗമല്ല തങ്ങളത് പറയുന്ന തരത്തിലേക്ക് പോലും പശ്ചിമബംഗാൾ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് വലിയൊരു മാറ്റത്തിന്റെ സൂചന ഇപ്പോൾ എക്സിറ്റ് പോളുകളിൽ പശ്ചിമബംഗാൾ രേഖപ്പെടുത്തുന്നത്. തീർച്ചയായും ഈ ബംഗാൾ ഒരു രാഷ്ട്രമാണെന്ന് മമത വിശ്വസിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് മുൻപ് CPM ഏത് രീതിയിലുള്ള ഭരണതന്ത്രമാണോ ബംഗാളിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് അത് അവരുടെ പതനത്തിന് ശേഷവും തുടരാൻ മമത തീരുമാനിച്ചത്. ആ മമതയ്ക്ക് എല്ലാ കാലവും ഒരു ഭയമുണ്ടായിരുന്നു BJP അവിടെ വളർന്നു വരുമോ എന്ന്. അതൊടുവിൽ സാധ്യമാവുകയാണ് എന്ന സൂചനയാണ് എക്സിറ്റ് പോളുകൾ തരുന്നത്. മമതയ്ക്ക് ക്ഷീണമുണ്ടായാൽ അത് മമത എന്ന രാഷ്ട്രീയക്കാരിയുടെ പതനത്തിന്റെ തുടക്കമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മമതാ ബാനർജി എപ്പോഴും തൻ്റെ ഒറ്റ തീരുമാനത്തിൽ ആ സംസ്ഥാനത്തെ ഭരിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അവർക്കുണ്ടാകുന്ന ഒരു തിരിച്ചടി പോലും താങ്ങാനുള്ള ശേഷി ഒരു പക്ഷേ മമതയ്ക്കുണ്ടാവില്ല. ഇവിടെ CPMന് എന്താണോ സംഭവിക്കുന്നത്, അവിടെ CPMന് എന്താണോ സംഭവിച്ചത് അത് തന്നെ മമതയെ കാത്തിരിക്കുന്നതിൻ്റെ സൂചനയാണ്
BJPയുടെ ഈ എക്സിറ്റ് പോൾ ഫലത്തിൽ BJP ബംഗാളിൽ എന്ത് ചെയ്യും, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് സൂചിപ്പിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ വലിയൊരു തന്ത്രപരമായ നീക്കമാണ് BJP നടത്തിയത്. അവിടെ ഈ സന്ദേശ് കാലിയിൽ ഇരയാക്കപ്പെട്ട സ്ത്രീകളെ മത്സര രംഗത്തേക്ക് കൊണ്ടുവരുന്നു. എനിക്ക് സുവേന്ദു അധികാരിയെ പോലെയുള്ളൊരു വലിയ പ്രതിപക്ഷ നേതാവ്, BJPയുടെ നേതാവ്, ഗ്രൗണ്ട് റിയാലിറ്റി അറിഞ്ഞുകൊണ്ട് ചില തന്ത്രങ്ങളൊക്കെ അവിടെ നടത്തിയിരുന്നത്. അതായത് പ്രമുഖരായ നേതാക്കന്മാരെ മാത്രമല്ല, സാധാരണക്കാർക്കിടയിൽ നിന്ന് വന്ന അല്ലെങ്കിൽ അതുവരെ രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ലാതിരുന്ന ആളുകളെ പോലും ഇവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വലിയൊരു മാറ്റത്തിന് പശ്ചിമ ബംഗാൾ എന്തായാലും ഒരുങ്ങുന്നുണ്ട്. നമുക്ക് ഈ ട്രെൻഡുകളൊക്കെ ആദ്യം അറിയുന്നത് ഡിജിറ്റൽ ഇടങ്ങളാണ്. ജനൻ ടിവിയുടെ ഡിജിറ്റൽ വിഭാഗത്തിലെ ചില പ്രതികൾ കൂടി ചില വിലയിരുത്തലുകൾ വെച്ചിരുന്നു. അശ്വിൻ ഈ ഡിജിറ്റൽ ഇടങ്ങളിലാണ് ഈ സർവേകൾ ആദ്യം വരുന്നതും ആദ്യം ഇത്തരം ചർച്ചകളൊക്കെ സജീവമാകുന്നതും. ട്രെൻഡ് സെക്ടർ എപ്പോഴും ഡിജിറ്റലിലാണ് ആദ്യം വരിക. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി എക്സിറ്റ് പോളുകൾ വിവിധ ഏജൻസികളുടേതും ഒപ്പം ഔദ്യോഗിക മാധ്യമങ്ങൾ അല്ലെങ്കിൽ പോലും മറ്റു ചില ട്രെൻഡുകളും ഒക്കെ കണ്ടിരുന്നു. എങ്ങനെ വിലയിരുത്തുന്നുണ്ട് ഈ ആദ്യഘട്ടത്തിലെ ഈ ഫലം വന്നിട്ടുള്ള സൂചനകൾ മാത്രമാണുള്ളെങ്കിൽ പോലും എങ്ങനെ വിലയിരുത്താം നമുക്ക്? ഒരു സെക്കൻഡ്, ഈ ഡിജിറ്റൽ ടീമിന്റെ ഏറ്റവും വലിയൊരു ഒരു വാക്യം അവരിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അടിച്ചു കയറി വായെന്ന്. അതിനുകൂടി ഉത്തരം വേണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകേണ്ടത് യഥാർത്ഥത്തിൽ BJPയുടെ ഈ തെക്കൻ മേഖലയുടെ, രാജ്യത്തിൻ്റെ തെക്കൻ മേഖലയിലേക്ക് ഒരിക്കലും കയറി വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ മേഖലയിലേക്ക് വളരെ സിമ്പിളായി കയറി വരുന്ന ഒരു കാഴ്ച. അത് അത്ര എന്താ പറയുക, നമുക്ക് ആർക്കും വിശ്വസിക്കാനാകാത്ത രീതിയിലുള്ളൊരു കടന്നുവരവാണ് BJPയുടെ നടത്തുന്നത്. ഇപ്പോൾ കേരളത്തിലടക്കം ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞതിപ്പം മിസ്റ്റർ നേതാവ് പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക, ആദ്യമൊക്കെ വെറും 0 മാത്രമായിരുന്നു, അല്ലെങ്കിൽ വളരെ ട്രോളുകളിലൊക്കെ നിറഞ്ഞിരുന്നെങ്കിലും ഇന്നിപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ എക്സിറ്റ് പോളുകളിലും ആദ്യം മുതൽ അവസാനം വരെ കേരളത്തെ കാണിച്ചിരിക്കുന്നത് 1 മുതൽ 3 വരെ അല്ലെങ്കിൽ 1 മുതൽ 4 വരെ, എങ്ങും 0 മുതൽ എന്ന് തുടങ്ങുന്നില്ല. അപ്പോൾ എന്ത് വന്നാലും ഒരു സീറ്റ് ഉറപ്പാണ് കേരളത്തിൽ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. അതേപോലെ തന്നെ തമിഴ്നാട്ടിലാണെങ്കിലും അത് തന്നെ നമുക്ക് സ്വാധീനമില്ലാതെ ഇരുന്ന, അല്ലെങ്കിൽ BJPക്ക് സ്വാധീനമില്ലാതെ ഇരുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ BJPയുടെ ഒരു വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നത്. ഇപ്പം തെലുങ്കാനയാണെങ്കിലോ ഇപ്പം ആന്ധ്രയിലാണെങ്കിലോ അപ്പം NDA മുന്നണിക്ക് നല്ല രീതിയിലുള്ളൊരു കടന്നുവരവ് ഈ തെക്കൻ മേഖലയിലേക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് കാണുന്നത്. പിന്നീട് നരേന്ദ്രമോദിയുടെ 3ാം വരവ് അത് ഏകദേശം കൃത്യമായി ഉറപ്പായതുപോലെ തന്നെ എക്സിറ്റ് പോളുകൾ കോൺഗ്രസ് ഏകദേശം 295 സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർ എക്സിറ്റ് പോളുകളെ ബഹിഷ്കരിക്കുന്നു. അപ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ട്, അതിനകത്ത് എക്സിറ്റ് പോളുകളിലെ ഒരു ബുദ്ധിമുട്ട് അവർ കാണിക്കുന്നു. എങ്കിൽ തന്നെ ഇന്ന് എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ആൾക്കാരായിട്ടുള്ള സുപ്രേഷിൻ്റെ പോലെയുള്ളവരൊക്കെ സംസാരിച്ചത് ഇത് അങ്ങനെ ഒരു എക്സിറ്റ് പോളുകളെ ഒന്നും അത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. 295 എന്ന് ഖാർഗെ പറഞ്ഞ ആ സംഖ്യ അവരെ സംബന്ധിച്ചുള്ള മാന്ത്രിക സംഖ്യ ആയിരിക്കാം. ആ മാന്ത്രിക സംഖ്യ ഉറപ്പായും ഞങ്ങളെത്തും എന്നുള്ളൊരു തരത്തിലേക്കൊക്കെ വന്നു. ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ ടീമിനെ നോക്കുന്ന സമയത്ത് ഇത്രയും നാളില്ലാതെ ഇരുന്ന ഒരു വേവ്, ഈ തെക്കൻ മേഖലയിലേക്കുള്ള വേവ് ശക്തമായിട്ടുള്ള കാഴ്ചവെക്കാൻ BJPക്ക് ഇത്തവണ കാര്യമായി സാധിച്ചിട്ടുണ്ട്. അത് എക്സിറ്റ് പോളുകളിൽ എല്ലാ എക്സിറ്റ് പോളുകളും ഒരേ സ്വരത്തിൽ തന്നെ ഇത് പറയുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഉമേഷ്, മറ്റൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാനുള്ളത്. കാരണം ജനം TVക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ തെലങ്കാനയിലെ വളരെ മുതിർന്ന നേതാവ്, BJP നേതാവായ കോണ്ട വിശ്വേശ്വർ ഷെഡ്ഡി പറഞ്ഞു വെച്ചത്, അദ്ദേഹം പറഞ്ഞു 12 സീറ്റുകളോളം BJP ഇവിടെ നേടുമെന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവചനം ശരിവെക്കുന്ന രീതിയിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. 10 മുതൽ 12 വരെ സീറ്റ് നേടി തെലങ്കാനയിൽ BJP ആധിപത്യം സ്ഥാപിക്കുമെന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. ഇതിലും വലിയൊരു ഞെട്ടൽ കോൺഗ്രസിന് വരാനില്ല എന്ന് തന്നെയല്ലേ പറയാനുള്ളത്? തീർച്ചയായും തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ ആ ട്രെൻഡ് വ്യക്തമായിരുന്നു. എനിക്ക് തോന്നുന്നു തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ഒരു ട്രെൻഡ് BJPക്ക് അനുകൂലമായി തെലങ്കാന മാറുന്നു, അല്ലെങ്കിൽ ആ ചില മേഖലകൾ കേന്ദ്രീകരിച്ച് വലിയൊരു അനുകൂല തരംഗം ഉണ്ടാകുന്നതൊക്കെ പറഞ്ഞു. നേരത്തെ ഇപ്പോൾ ദേവി സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ നമുക്ക് ജനൻ TVക്ക് പ്രത്യേക അഭിമുഖം നൽകിയ കോണ്ട വിശ്വേശ്വര റെഡ്ഡി, അത് അദ്ദേഹം മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പോയി അതിനുശേഷം അദ്ദേഹത്തിന് BJPയാണ് ശരിയായ വഴി എന്ന് തോന്നിയ ശേഷം BJP പാളത്തിലേക്ക് എത്തിയ ആളാണ്. ലോക്സഭാ അംഗമായിരുന്നു, അങ്ങനെ പാർലമെന്റ് അംഗമായിരുന്നു. അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു സ്പന്ദനം അറിഞ്ഞ ആൾ കൂടിയാണ്. ഇപ്പോൾ BJP ക്യാമ്പിലാണ് അദ്ദേഹം ഉള്ളത്. നരേന്ദ്രമോദിയുടെ വികസന നയങ്ങളിൽ ആകർഷണനായി എത്തിയതാണ്. വലിയ വ്യവസായമൊക്കെയാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചതും ഇത് തന്നെയാണ്. സാധാരണക്കാരായ ആളുകളെ സ്പർശിക്കുന്ന വികസന പദ്ധതികൾ, രാഷ്ട്രത്തിന്റെ പുരോഗതിക്കുള്ള വികസന പദ്ധതികളൊക്കെ ഉയർത്തിക്കാട്ടിയാണ് BJP തിരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. അല്ലാതെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് പോലെയോ മറ്റു മുന്നണികൾ മുന്നോട്ട് വെക്കുന്നത് ജാതി സമവാക്യമോ മറ്റൊന്നും ഞങ്ങൾ പറയുന്നത്, വികസനമാണ് പറയുന്നത്. അതിന് തെലങ്കാന ഞങ്ങൾക്കൊപ്പം നിൽക്കും. മുഖ്യധാര സംസ്ഥാനങ്ങളുടെ വികസനത്തോടൊപ്പം നിൽക്കാൻ, അല്ലെങ്കിൽ ആ ചിന്താഗതിക്കൊപ്പം പോകാൻ ഞങ്ങളും
തയ്യാറാകുന്നു എന്നൊരു ഒരു പ്രഖ്യാപനം അദ്ദേഹം ജനൻ ടിവിയോട് നടത്തിയിരുന്നു. പറഞ്ഞ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത് 12 സീറ്റ് വരെ ലഭിച്ചാൽ പോലും അത്ഭുതമില്ല, അത് കൂടുതൽ ലഭിക്കാമെന്ന്. എക്സിറ്റ് പോൾ സർവേകളും അത് ശരിവെക്കുന്നു. അതായത് BJPയുടെ കണക്കുകൾ, അവരുടെ കണക്കുകൂട്ടലുകൾ ഏറെക്കുറെ കൃത്യമായി എക്സിറ്റ് പോളിലെങ്കിൽ ഇപ്പോൾ പ്രതിഫലിക്കുന്നുണ്ട്. അതായത് ഈ BJPയുടെ വലിയൊരു തെരഞ്ഞെടുപ്പ് തന്ത്രം, അല്ലെങ്കിൽ എങ്ങനെ ഒരു സംസ്ഥാനത്ത് വളർന്നു തുടങ്ങാം എന്ന തന്ത്രം നമ്മൾ പല ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കണം. തമിഴ്നാട് എടുക്കുക. AIDMK അസ്ഥാനത്താകുന്നു, അവർ പൊളിയുന്നു. ആ സമയത്ത് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി 5-6 സീറ്റുകൾ നേടിയാൽ AIDMKയുടെ പ്രധാന നേതാക്കളെ BJPയിലേക്ക് ആകർഷിക്കാമെന്ന വലിയ തന്ത്രം മെനഞ്ഞ് അവിടെ തുടരുകയാണ് അവർ. ഈ തെരഞ്ഞെടുപ്പിൽ 6-7 സീറ്റുകൾ അവർ നേടാമെന്ന് പറയുന്നു. തെലങ്കാനയിലേക്ക് പോയാൽ തെലങ്കാനയിൽ അവർ BRS, ഞങ്ങൾ ദേശീയ കക്ഷിയാണ് എന്ന് അഹങ്കരിച്ച ചന്ദ്രശേഖർ റാവുവിൻ്റെ പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പയെ പരാജയപ്പെടുന്നു. അപ്പോൾ BRS ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് പോകുമെന്ന സൂചനയാണ്. BJP 10-12 സീറ്റുകൾ പിടിച്ചാൽ അവിടെ ഉണ്ടാകാൻ പോകുന്നത്. കോൺഗ്രസ് അവിടെ ഒരു കക്ഷിയായിട്ടുണ്ടാകും. കാരണം നിയമസഭയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതാണ്. അവർ ആ സംസ്ഥാനം ഉണ്ടാക്കിയ ശേഷം ആദ്യമായി വിജയിച്ചു വരുന്നു. രേവന്ത് റെഡ്ഡി വലിയ സാന്നിധ്യമായിട്ട് അവിടെ ഉണ്ട്. പക്ഷേ ആ കോൺഗ്രസ് പാർട്ടിക്ക് ഒപ്പമെങ്കിലും എത്താൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ കഴിഞ്ഞാൽ വരാനിരിക്കുന്ന വലിയ മാറ്റത്തിന്റെ സൂചനയാണ്. അപ്പോൾ ഈ പ്രാദേശിക കക്ഷികൾ ഇല്ലാതാകുന്നിടത്ത് അവിടെ ഒരു സ്പേസ് കണ്ടെത്തി അള്ളിപ്പിടിക്കുക, അതാണ് BJPയുടെ തന്ത്രം. അത് തെലങ്കാനയിൽ ഇത്തവണ അവർ കാണിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു മാറ്റത്തിന്റെ സൂചന. അത് കോൺഗ്രസ് ആണ് വലിയ മാറ്റം ഉണ്ടാക്കിയത്. പക്ഷെ ഞങ്ങളും പിന്നാലെ ഉണ്ട്, സൂക്ഷിച്ചോ എന്ന ഒരു സന്ദേശം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. ആ സന്ദേശം കുറച്ചുകൂടി അടിവരയിടുന്നു. ഇത്തവണ BJP അവിടെ 10-12 9 സീറ്റോ 8 സീറ്റോ നേടിയാൽ പോലും വലിയൊരു മാറ്റത്തിന്റെ സൂചന അവിടെയും വരുന്നു. അതായത് തെക്കൻ മണ്ണിൽ, ദക്ഷിണ ഭാരതത്തിൽ BJP ഇല്ലാതാകും. നിങ്ങൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് പറഞ്ഞതെങ്കിൽ BJP മുക്ത ദക്ഷിണ ഭാരതം ഞങ്ങൾ ഉണ്ടാക്കുമെന്നായിരുന്നു അവസാനത്തെ അവരുടെ പ്രചാരണം. പക്ഷെ അതുകൂടി പാളുന്ന അവസ്ഥയിലേക്ക് പോയാൽ ഇവിടെ CPM ഇല്ലാതാകുന്ന സ്പേസിലേക്ക് അവർ കയറി വരും. അങ്ങനെ BJPയുടെ കൃത്യമായൊരു തെരഞ്ഞെടുപ്പ് തന്ത്രം അതവർ ഇന്നത്തേക്കല്ല, നാളത്തേക്കല്ല, അതൊരു വലിയ കാലത്തിലൂടെ കൃത്യമായി അവിടെ ഞങ്ങൾ ഉറപ്പിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് കണ്ടുവരുന്നത്. അത് ഇന്ത്യ ഒട്ടാകെ പടരുന്നു. കേരളത്തിൽ പോലും അത് 3-4 സീറ്റുകൾ നേടാമെന്ന പ്രവചനത്തിലേക്ക് എത്തിച്ചേരുന്നുവെങ്കിൽ BJP ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, മോഡി ഉണ്ടാക്കുന്ന ബ്രാൻഡ് അത് അത്ര കണ്ട് വലുതാണ്, അത്ര കണ്ട് മികച്ചതാണ് എന്ന് അർത്ഥം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഷാജി, ഈ കോൺഗ്രസ്, ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ആരായിരുന്നു എന്നുകൂടി ചിന്തിക്കണം. 2014 ശേഷം വന്ന അവരുടെ ഒരു അവസ്ഥ, ഈ ഉപ്പുവെച്ച കാലം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ദ്രവിച്ച് ഇല്ലാതായി പോവുകയാണ്. ഉത്തർപ്രദേശ് പോലൊരു സംസ്ഥാനത്ത് ഒരു കാലത്ത് ഉത്തർപ്രദേശിൽ ഏറ്റവും പ്രബലമായിരുന്ന, രാജ്യത്തെ ഏറ്റവും പ്രബലമായിരുന്നെങ്കിൽ ഉത്തർപ്രദേശ് അവരുടെ ഈ ഗുജറാത്തൊക്കെ BJPക്ക് ഇപ്പോൾ എങ്ങനെയാണ് എന്ന് പറയുന്നത് പോലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഉത്തർപ്രദേശ് അവരുടെ ഒരു പവർ ബാങ്ക് ആയിരുന്നു. അവിടെ ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റാണ് വിജയിക്കാൻ സാധിച്ചത്. എൻ്റെ ഓർമ്മ ശരിയാണ്, 1 സോണിയാഗാന്ധി മാത്രമാണ് അവിടെ നിന്ന് വിജയിച്ചു കയറിയത്. ഇത്തവണ മത്സരിക്കുന്നത് പോലും കേവലം 17 സീറ്റിലാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് അഖിലേഷ് യാദവിനോട് ഒരു സഖ്യം ഞങ്ങളുടെ കൂടെ എന്ന് യാചിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസിന് അവിടെ അതപ്പതിക്കേണ്ടി വന്നു. അല്പമെങ്കിലും ആശ്വാസം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചത് കർണാടകയിലാണ്. കർണാടകയിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലെയാണെങ്കിൽ അവിടെയും നിലനിർത്താൻ സാധിക്കില്ല. പിന്നെ അവശേഷിക്കുന്നത് കേരളമാണ്. തമിഴ്നാട്ടിൽ DMKയോട് കൂട്ടുകൂടി 10 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. അതിൽ എത്ര സീറ്റ് കിട്ടുമെന്ന കാര്യം അത് വ്യക്തമായ കണക്കുകൾ ഇതുവരെ എക്സിറ്റ് പോളുകൾ വന്നിട്ടില്ല. അല്പമെങ്കിലും ആശ്വാസമുള്ളത് കേരളത്തിലാണ്. അങ്ങനെ ആശ്വാസമുണ്ടെന്ന് പറയുമ്പോഴും ഇവിടെ 19 ആയിരുന്നു അവരുടെ സംഖ്യ. അത് 17 വരെ ലഭിക്കുന്നത് നേട്ടമാണെന്ന് പറയുന്ന തരത്തിലേക്ക് കോൺഗ്രസിന്റെ ഒരു ശോഷണം കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം അല്ലെങ്കിൽ എക്സിറ്റ് പോളിലെങ്കിലും നമ്മൾ വിലയിരുത്തണ്ടേ? അതായത് BJPക്ക് കേരളത്തിൽ 3 സീറ്റ് കിട്ടുന്നു എന്നിരിക്കട്ടെ, CPMന് 0 അല്ലെങ്കിൽ LDFന് 0. LDFന് 1 സീറ്റേ നഷ്ടമാകുന്നുള്ളൂ. കോൺഗ്രസിന് UDFന് 2 സീറ്റുകൾ നഷ്ടമാകുന്നു. ഇവിടെ 1 സീറ്റ് കുറഞ്ഞാൽ പോലും അത് ചർച്ചയാക്കപ്പെടാവുന്ന അവസരമാണ്. പക്ഷെ അവിടെ ആരാണ് ആ ചർച്ചയ്ക്ക് നേതൃത്വം വഹിക്കുക? BJPയോ NDAയോ ആയിരിക്കും. കാരണം അപ്രസക്തരാകുന്നത് ഇടതു കക്ഷികളാണ്. സ്വാഭാവികമായും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇടതുപക്ഷം താഴേക്ക് പോകുന്നതിൻ്റെ ഇടം അത് BJPക്ക് അനുകൂലമായി മാറാനാണ് സാധ്യത. ഞാൻ ഒന്ന് ചോദിച്ചിട്ട് ഞാനത് പറഞ്ഞ ഈ ഇലക്ഷൻ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചകൾ, നാട്ടിൻപുറത്തെ അല്ലെങ്കിൽ സൗഹൃദ വലയത്തിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ CPM കുടുംബങ്ങൾ ചിലർ പറയുന്നുണ്ടായിരുന്നു BJPക്കാണ് ഞങ്ങൾ വോട്ടിട്ടത് എന്ന്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് CPM ഒരു കേഡർ പാർട്ടി, സംഘടനാ സംവിധാനമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിക്ക് പോലും അങ്ങനെ ക്ഷീണമുണ്ടാകുന്നുവെങ്കിൽ അവിടേക്ക് കയറി വരുന്നത് ആരാണ്? ഭരണവിരുദ്ധ വികാര വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നത് ആരാണ്?
BJP ആണ്. അപ്പോൾ വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് ഇത്. അങ്ങനെ BJP ഒരു സീറ്റ് ഉറപ്പിക്കും എന്നാണല്ലോ എല്ലാ സർവേകളും പറയുന്നത്. 0 എന്ന് എവിടെയും പറയുന്നില്ല, 0 to 1, 0 to 2 എന്നും പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP ഉണ്ടാക്കുന്ന വലിയൊരു സ്പേസ് അത് വളർന്നുകൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഇനി അവരുടെ സംഘടനാ സംവിധാനത്തിൽ അപാരമായ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോഴും പാർട്ടി പഠിക്കേണ്ടി വരും, തിരുത്തേണ്ടി വരും എന്നുകൂടി നമ്മൾ ഓർക്കണം. ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ക്ഷീണം അത് വലുതാണെങ്കിൽ CPM-ന് പുനർവിചിന്തനം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. വലിയൊരു തകർച്ചയിലേക്ക് പോകുന്നതിൻ്റെ തുടക്കമായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. യെസ്, എന്തായാലും ദേവിക, ദേശീയ രാഷ്ട്രീയത്തിന്റെ വിധി എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലെ തന്നെയാണെങ്കിൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ 2014 ശേഷമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ദേശീയ രാഷ്ട്രീയം ഒരൊറ്റ ദിശയിലേക്ക് പോവുകയാണ്. ഏതാനും ചില സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ഒഴിച്ചു മാറ്റി നിർത്തിയാൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും BJPയുടെ സഖ്യകക്ഷികളോ ഭരിക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നു. ദേശീയ പാർട്ടിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അത്തരത്തിലേക്ക് 2014 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പും പരിശോധിച്ചാൽ അത്തരത്തിലേക്ക് രാജ്യത്തിന്റെ മുഴുവൻ ട്രെൻഡും പോകുന്നു. 2016 മുതൽ നോക്കിയാൽ നമുക്കറിയാം, പ്രാദേശിക പാർട്ടികളുടെ സഖ്യമില്ലാതെ ഒരു ദേശീയ പാർട്ടി ഒറ്റയ്ക്ക് ഭരിക്കുന്ന തരത്തിലേക്ക് ഭാരതത്തിന്റെ പാർലമെന്റ് മാറുന്നു. അങ്ങനെ ഒരു ട്രെൻഡ് സെക്ടറായി BJPക്ക് മാറാൻ സാധിച്ചു. അവിടെ ബ്രാൻഡ് മോദിക്ക് അത്തരത്തിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ട്. അവിടെ പലപ്പോഴും ബ്രാൻഡ് മോദി അടയാളപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് നേരെയുള്ള വ്യക്തിഹത്യക്കാണ് കോൺഗ്രസ് പലപ്പോഴും പ്രാധാന്യം നൽകുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം കന്യാകുമാരിയിലെ ധ്യാനം വരെയുള്ള കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ വ്യക്തിഹത്യയിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്ന ചില ഇടപെടലിനെയൊക്കെയാണ് അവർ അങ്ങനെ അപഹസിക്കാൻ ശ്രമിക്കുന്നത്. മാധ്യമങ്ങളാണെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെയാണ്. എന്നാൽ അതിനെല്ലാം ആയുധമാക്കി മാറ്റാനുള്ള കൃത്യമായ ടെക്നോളജി അല്ലെങ്കിൽ അത്തരം സംഘടനാ സംവിധാനങ്ങൾ BJPക്ക് ഉണ്ട് എന്നത് തിരിച്ചറിയാനൊപ്പം രാജ്യത്തിന്റെ സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ BJP ശ്രമിക്കുന്നത് പോലെ അല്ലെങ്കിൽ അത്തരത്തിൽ നടത്തുന്ന നീക്കങ്ങൾ പോലെ പ്രചാരണം പോലെ അതിന്റെ ചൂട് പിടിച്ചെങ്കിലും മുന്നോട്ട് വരാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നതുമൊക്കെ വലിയ മൂല്യശോഷണമാണ്. എന്തായാലും ഇപ്പോഴത്തെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന തരത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഇനി എന്താണ് കോൺഗ്രസ് എന്ന ഒരു ചോദ്യചിഹ്നം കൂടി അവശേഷിക്കുകയാണ്. ഒപ്പം ദക്ഷിണ ഭാരതത്തിൽ താമര അപ്രാപ്യമാണ് എന്ന് പറഞ്ഞ ഇടങ്ങളിലൊക്കെ താമര വിരിയുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ ഇതിലേറെ ശ്രദ്ധേയമായ കണക്ക് നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ച പോലെ തന്നെ LDF 0 മുതൽ എന്ന തരത്തിലേക്ക് CPM-ന്റെ LDF-ന്റെ കണക്കുകൾ മാറുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം കൂടി മാറി മറിയുന്നു എന്ന ഒരു സൂചന കൂടി ഈ എക്സിറ്റ് പോൾ ട്രെൻഡിലുണ്ട്. എന്തായാലും അതൊക്കെ ഇനി കാത്തിരിക്കാം. ഏതാണ്ട് 55 മണിക്കൂറത്തെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ എന്താണ് ജനം വിധി എഴുതിയത് എന്നറിയാൻ. എന്തായാലും ആ കാത്തിരിപ്പിന്റെ നിരങ്ങളിലേക്ക് കണക്കൂട്ടലിലേക്കൊക്കെ മുന്നണികളും മാധ്യമങ്ങളും ഒക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ദേവിക.